ഹായ് ഫ്രണ്ട്സ്, ഞാൻ സഞ്ചാരമുള്ള മുക്കൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. രാവിലെ നേരം വെളുത്ത് വരുന്നു. അടിപൊളി കുറച്ച് സൗണ്ടുകൾ ഞാൻ കേൾപ്പിക്കാം കേട്ടോ. ജസ്റ്റ് കുറച്ച് നേരം നിങ്ങളൊന്ന് ഉണ്ടായിരിക്കണേ. രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ രാവിലെ കുയിലും അതുപോലെ ഒരുപാട് കിളികൾ അലയ്ക്കുന്ന സൗണ്ട്. അതുപോലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ അതിമനോഹരമായ ഒരു കൃഷിയിടമാണ് ഞാൻ കാണുന്നത് കേട്ടോ. രാവിലെ ഭയങ്കര ഹാപ്പി മൂഡിലാണ്. നമ്മൾ രാവിലെ ഫിഷിങ്ങിന് പോവാണ്. സ്നാപ്പിച്ച അപ്പോൾ നമ്മൾ സ്നാപ്പി എന്തെന്ന് ചോദിക്കുന്നതിനോട് സ്നാപ്പി ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അവനങ്ങ് എന്നെ കാണുമ്പോൾ അങ്ങ് ഭയങ്കര ഇളക്കമാകായി. അപ്പോൾ നമുക്ക് രാവിലെ ഫിഷിങ്ങിന് പോവാം. ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ലോങ് ടൈമിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഫിഷിങ്ങിന് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഫിഷിങ്ങിന് പോവാം. ഓക്കെ ഗൈസ്, അതുപോലെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ചൂണ്ടയെല്ലാം ഇങ്ങനെ വെച്ചുകൊണ്ടാണ് വന്നത്. ഞാനിപ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് ഒറ്റയ്ക്കാണ് വന്നത് കേട്ടോ. അതുപോലെ രാവിലെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ അതിമനോഹരമായ ഒരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് ചൂണ്ടക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകതര കണിയാന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ. ഇത് കേട്ടോ, ഓ മൈ ഗോഡ്, എഗ്ഗ് പോയാൽ കിട്ടാത്തൊരു കാഴ്ചകളാണ് ഇത്. രാവിലെ കൊക്ക് വന്ന് ചെറിയ ചെറിയ പുൽച്ചാടിയെ ഇതിനൊക്കെ തിന്നുന്നു. കിളികൾ അലക്കുന്ന സൗണ്ട് കേട്ടോ ഗൈസ്. ഓ മൈ ഗോഡ്, ഭയങ്കര ഹാപ്പി. മീനൊന്നും കിട്ടണ്ട ഗൈസ്. ഇത് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് കേട്ടോ. ഭയങ്കര ഓരോ മൊമെൻ്റാണ്. ഓരോ രാവിലെ നമ്മൾ എഴുന്നേറ്റ് മീൻ പിടിക്കാൻ പോകുമ്പോൾ അതുപോലെ പുഴയിലോട്ട് ചെല്ലുമ്പോൾ ഇനി വേറെ വേറെ കാഴ്ചകളുണ്ട് ഇനി. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ ഗൈസ്. ഇനി സമയം കളയണ്ട. എന്തായാലും ഇന്നത്തെ രാവിലത്തെ നല്ലൊരു ദിവസമാണെന്ന് വിചാരിച്ച് നമുക്ക് ഇറങ്ങാം. അപ്പോൾ കിളികളൊക്കെ അലക്കുന്നത് കേട്ടോ, നല്ല രസമില്ലേ ഗൈസ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ കാഴ്ച ഉണ്ടാ എങ്ങനെയുണ്ട്? ഇതാണ് രാവിലെ എഴുന്നേൽക്കുന്ന ചൂണ്ടക്കാർക്ക് കിട്ടുന്ന അതിമനോഹരമായ കുറച്ച് വിഷ്വൽസാണ് കേട്ടോ. എനിക്ക് സത്യത്തിൽ ഇത് കാണാനായിട്ട് കോഴ കാണാനായിട്ട് മൂന്നാറോ ഇടുക്കിക്കോ വയനാടോ ഒന്നും പോകേണ്ട കാര്യമില്ല. എൻ്റെ നാട്ടിൽ തന്നെ ഇതെല്ലാം എനിക്ക് രാവിലെ കാണാൻ പറ്റും. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും. ആദ്യം സ്വന്തം നാടിനെയും സ്വന്തം വീടിനെ ആസ്വദിക്കുക, അതിന് ശേഷം ട്രാവൽ ചെയ്യുക കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടവും അയ്യത്തൂടെയൊക്കെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല വിഷ്വൽസ് കിട്ടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ നാടിനെ. എന്തോ എനിക്കറിയത്തില്ല, എനിക്ക് ഈ നാടിനോട് ഭയങ്കര ഒരു ലവ്, എനിക്കൊരു പ്രണയമാണ്. എവിടെ പോയെന്ന് പറഞ്ഞാലും ട്രെയിനിലിരിക്കുമ്പോൾ ഒരു കോട്ടയം അല്ലെ ചങ്ങനാശ്ശേരി തിരുവല്ലയൊക്കെ കഴിയാൻ നേരത്തെ എനിക്കൊരു പ്രത്യേക ശ്വാസം വീഴും. അപ്പോൾ ട്രെയിനെ വരാൻ നേരത്തെ തന്നെ കാണാം, പമ്പയാർ ഇങ്ങനെ കാണാം. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സമാധാനമാണ് കൈ, സമാധാനം. രാവിലെ ഞങ്ങളുടെ കുഞ്ഞു വഴികളാണ് കേട്ടോ, നമ്മൾ ആറ്റിലോട്ട് പോകുന്ന വഴികളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് നേരെ ഇനി ആറ്റിലോട്ട് പോകാം. നമ്മുടെ ചെറിയ പാലമുണ്ട് കേട്ടോ, അവിടുത്തെ വിഷ്വലും കൂടെ ഒന്ന് കണ്ടിട്ട് നേരെ ആറ്റിലോട്ട് പോകാം. ഇവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്നതാണ്. ഇവിടെയൊക്കെ ഞങ്ങളൊക്കെ പണ്ടൊക്കെ കളിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ നാട്ടിൽ കൂടെ ചെറിയൊരു വരമ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പോയി കഴിച്ചിപ്പോൾ ഇവിടെ എല്ലാം കാട് കയറി, കണ്ടത്തിലെല്ലാം കൃഷിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഇതാ കണ്ടില്ലേ, ഓ ഗൈസ്, ഇതാണ് എൻ്റെ ചെറുപ്പം തൊട്ടുള്ളൊരു മരമാണ്. ഇതാണ് ഞങ്ങളുടെ പാടത്തിൻ്റെ ഒരു ഭംഗിയുള്ള ഒരു മരമാണിത്. പിന്നെ ഇതാ കണ്ടില്ലേ എങ്ങനെയുണ്ട്, സീൻ വിഷ്വലല്ലേ ഗൈസ്, അടിപൊളിയല്ലേ. ഇനി നമുക്ക് കാട്ടിലോട്ട് പോവാം ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ പമ്പയിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് പോകുന്ന വള്ളത്തിനാണ് ഗൈസ്. എൻ്റെ വള്ളമെല്ലാം പോയി. നമ്മുടെ സിറ്റുവേഷൻ ഇച്ചിരി മോശമായിരുന്നു. ചില സമയങ്ങളിൽ കഷ്ടപ്പാട് തലക്കേറുക എന്ന് പറയത്തില്ല, പ്രായം കൂടുന്തോറും പ്രാരാബ്ദം കൂടുമെന്ന് പറയുന്നത് കൂട്ടായിരുന്നു എൻ്റെ സിറ്റുവേഷൻ. ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ എൻ്റെ പമ്പയിലോട്ട് ഇറങ്ങി കളിക്കാൻ പോവുകയാണ്. ഫിഷിംഗ് ഗെയിമിങ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കുട്ടൻ ചേട്ടനാണ്. ആ മണിക്കുട്ടൻ ചേട്ടൻ പഴയ ഞങ്ങളുടെ ടീം മണിക്കുട്ടൻ ചേട്ടനാണ്.
അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കുറേ നാളൊക്കെ ശേഷം, എനിക്കൊന്ന് ചേട്ടനൊക്കെ ദുബായിക്കൊക്കെ പോയായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ ഫിഷിംഗ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു ഒരുമിച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുമിച്ച് ഫിഷിങ് ചെയ്യാനെ കൊണ്ട് പോകണം. വള്ളത്തെ പോയിട്ട് ഫിഷിങ് ചെയ്യാനാണ്. ഞങ്ങൾ ഒരു കാലത്ത് പോയി കഴിഞ്ഞാൽ വള്ളം നിറയ്ക്കാതെ തിരിച്ച് ഞങ്ങൾ വരത്തില്ലായിരുന്നു ഗൈസ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും നേരെ പോയിട്ട് നോക്കാം. പാക്കേജൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അതും എൻ്റെ പഴയ തുടക്കത്തിലെ സാധനങ്ങൾ മാത്രം വെച്ച് ഞാൻ വീണ്ടും തുടങ്ങുകയാണ് ഗൈസ്. പെൻ സ്ക്വാഡ്രോൺ ഇതെന്തായാലും ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്താണ്ട് 7 വർഷത്തോളമായി. ഒരു കുഴപ്പമില്ല കേട്ടോ. ചിലപ്പം കുഴപ്പമില്ലെന്നല്ല, അതിൻ്റെ വശക്കേടൊക്കെ ആയി. പിന്നെ ഗൂൺ സ്ക്വാഡൊക്കെ ഒടിഞ്ഞു പോയി ഗൈസ്. ഇത് ഡൈവ BG റീല്, പിന്നെ ലൂക്കാന 12X ലൈനാണ് കേട്ടോ. ഇത് ലൈൻ എനിക്ക് തോന്നുന്നു കുറേ നാൾ മുമ്പ് എടുത്ത് മാറ്റി വെച്ചാണ്. അപ്പം ഈ ലൈനും ഉപയോഗിച്ചാണ്. പിന്നെ ഡൈവ BG ഇവൻ എൻ്റെ കുഞ്ഞാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഒരു സാധനം ഉണ്ടായിരുന്നു, അതങ്ങ് പോയി ഗൈസ്. അതെവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ അതും കൂടെ മേടിക്കണം. ഞാൻ ഇത്രയും കെയർ ചെയ്യുന്ന ഒരു റോഡും റീൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് എന്നെ ഈ നിലയിലെത്തിച്ച്. അതുകൊണ്ട് ഇത് ഞാൻ ആർക്കും ഇതിനെ കൊടുത്തിട്ടില്ല. ഓ, രാവിലെ പ്രാവ് പറന്ന് പോകുന്നൊരു കാഴ്ചയുണ്ടോ? ഓ മൈ ഗോഡ്. എനിക്കായി തരുന്ന വിഷ്വലാണ്, എനിക്കായല്ല നിങ്ങൾക്ക് വേണ്ടി തരുന്ന വിഷ്വൽസാണ് ഇതെല്ലാം. ഓ മൈ ഗോഡ്. അപ്പം രാവിലെ നമ്മുടെ പശുക്കളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇവരെല്ലാം നമ്മുടെ പശുക്കളാണ്, നമ്മുടെ വീഡിയോയിലുള്ള ആക്ടേഴ്സാണ് കേട്ടോ. ഇവരൊക്കെ പഴയ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ കാർപ്പ് ഫിഷിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഞാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം കൂടുതൽ വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഫിഷിങ്ങിലോട്ട് പോകാം കേട്ടോ. പളുക്ക കഴിച്ച് രാവിലെ തന്നെ ഒരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. കിടിലൻ പളുക്ക. ലീഡറുണ്ട്, ലീഡറെ പിടിച്ചോ. ആ ഗൈസ്, അപ്പം രാവിലെ നമ്മൾ ആദ്യത്തെ മീനെ അടിച്ച് കയറ്റിയിരിക്കുകയാണ്. ഭയങ്കര ഡേഞ്ചറാണ് ഗൈസ് ഈ വാഹ എന്ന് പറയുന്നത്. ഇവനിടയ്ക്ക് കടിക്കുകയൊക്കെ ചെയ്യും. ആ, ചൂണ്ട കയറും. ഇവൻ പെടച്ച് കൈ ചൂണ്ട കയറ്റും. ഇവനെ ഊരാൻ തന്നെ ഒരു എക്സ്പീരിയൻസ് വേണം. ഇവൻ പണിയും നമ്മളെ. രാവിലെ സ്ട്രൈക്കൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. സ്ട്രൈക്ക് കിട്ടിയില്ല, ഡീപ്പ് വാട്ടർ ലൂറായത് കൊണ്ട്. അടിപൊളി വാഹ കേട്ടോ, സൈസ് വാഹ. എങ്ങനെയുണ്ട്? അവിടെ ഹുക്ക് ഓർമ്മ പിടിച്ചിട്ടുണ്ട്. ആ കുഴപ്പമില്ല, അത് തുരുമ്പിച്ച്. ഫോളോ യെസ്, ഫിഷ് ഓൺ. ഗായ്സ്, മീൻ അടിച്ചിട്ടുണ്ട്. അങ്ങോട്ട് വേണ്ട. അങ്ങോട്ട് വേണ്ട. കുരുക്കണ ഒന്നുമില്ല. അങ്ങോട്ട് വേണ്ട. യെസ് ഗായ്സ്, മാണിക്കുട്ടൻ ചേട്ടൻ ആദ്യത്തെ മീൻ അടിച്ചിരിക്കുകയാണ്. ചെറുതാ, പക്ഷെ നല്ല ഫൈറ്റാ കേട്ടോ. ആ, ചെറിയോടെ കാണാം. തൂക്കിക്കോ, കൈയോടെ അങ്ങ് തൂക്ക്, അത്രയും കളിപ്പിക്കണ്ട. ചെറിയോടൊക്കൊന്നുമല്ല, അത്യാവശ്യം കൊള്ളാം. ആഹാ, നല്ല നീല വാഗ കേട്ടോ. അടിപൊളി. ചേട്ടാ മീൻ അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടേ എന്നാ ഇതിപ്പുറമുണ്ടോ? മീൻ അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുമ്മാ ക്യാമറ ഓണാക്കി അങ്ങനെ വെച്ച്. ഏതേ ആ എന്നാ കയറ്റി. കൊള്ളാം കേട്ടോ, നല്ല നീല കളറുള്ള വാഹ. വാലൊക്കെ കണ്ട, നല്ല കളർ കണ്ട, അടിപൊളി കൊള്ളാം. അപ്പോൾ നമ്മളവനെ മാറ്റിക്കോ. യെസ്, ഞങ്ങൾ അവിടെ വരെ ചെല്ലുന്നതിന് മുമ്പ് ഒരു മീനെ പിടിക്കുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പിടിച്ചിരിക്കുന്നു. ഐസ് ഒരു കിടില മീൻ അടിച്ചിട്ടുണ്ട്. ഐസ് കിടില സൈസ്. ചാടല്ലടാ മോനെ. ഓ, എന്നാകില്ല. കൊള്ളാം.
ഇത് ഓണാണോ നോക്കി? ഓണല്ലേ? ആ മതി. സ്ട്രൈക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു അടിയായിരുന്നു. അതും ഷാടയിൽ ഇന്ന സൈസ് സാധനം കൈ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നല്ല അടിപൊളി സൈസ് ഉണ്ടോ? പൊളി പൊളി പൊളി. ഞങ്ങൾ രാവിലെ 6 മണിയായപ്പോൾ ഇറങ്ങിയതോ, ഒരറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ ഞങ്ങൾ ചെന്ന്. പിന്നെ ചേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു അതിൻ്റെ അകത്ത് മീൻ കാണുന്നു. പക്ഷെ ഞാൻ ക്യാമറ ഓണാണെന്ന് വിചാരിച്ചിരുന്ന, പിന്നെ ഒരു ഡൗട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത കാശ് ചെയ്യാം. അണ്ണാ അത് പൊട്ടുവണ്ണാ. അയ്യോ കിട്ടില്ല, നയിച്ച പൊട്ടി. ഞാൻ അടുത്ത് പറഞ്ഞ പൊട്ടുവണ്ണാന്ന് പറഞ്ഞില്ലേ, അതൊന്നും എല്ലാം ചൂണ്ടേ നിൽക്കത്തില്ല. അയ്യോ മീൻ പിടിക്കുന്നുണ്ടോ? മീൻ പിടിച്ചോണ്ട് പോകുന്ന പോക്ക് കണ്ടു. അയ്യോ അത് പൊട്ടിച്ചോണ്ട് പോയി. ഞാൻ വീഡിയോ ഓണാക്കി വെച്ചേക്കുവാന്ന്, ഞാൻ ചുമ്മാ ഓണാക്കി വെച്ചേക്കുവാ. എൻ്റെ മൊന്നോ, അതായിരുന്നു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരം കിട്ടിയതിലൊരു അയ്യോ കിട്ടിലൊരയച്ചോ. എങ്ങനെ ഉണ്ടായിരുന്നു? ഗൈസ് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. സ്ട്രൈക്കൊന്നും എടുക്കാൻ പറ്റില്ല. ഡ്രാഗ് വേണം വെച്ചോ. കയറി മീനാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അല്ല വാഹ വാഹ, കുഴപ്പമില്ലാത്ത സൈസ് കേട്ടോ, അടിപൊളി സൈസ്. കാരണം ഓടച്ച് പൊക്കി, അന്നം തന്നെ പൊക്കി മണ്ടയ്ക്ക് കൊണ്ട്. ഓ അങ്ങനെ ഞങ്ങളെ പുറകിൽ നിന്നെല്ലാം പറഞ്ഞായിരുന്നു മീൻ എവിടേക്കാണ് പൊങ്ങുന്നതെന്നൊക്കെ. അടിക്കുന്നത് മാത്രമേ ഉള്ളൂ. സൈസ് കൊള്ളാം, അടിപൊളി. വലിയ ഉടക്കൊന്നും ഇല്ലായിരുന്നില്ലേ? അവനെയും പിടിക്കും നമ്മൾ, അവനെയും പിടിക്കും. അപ്പം അടുത്തതിന് ഞങ്ങൾ കയറ്റിയിട്ടുണ്ട്. അതാരാ? പിന്നെ നമ്മളെ ചാക്കിലാക്കുക കേട്ടോ. മതി മതി. രണ്ടും അടിച്ച് പിന്നെ കുറേ നേരമായി. അണ്ണാ അടിയണ അടിയണ അടിയണ. തേണ്ട് 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 മീനെ കണ്ടോ? മീനെ കണ്ടോ? എത്ര എണ്ണം നോക്കി? ഓ ഗൈസ് മീനെ കണ്ടോ? നിങ്ങൾ മീനെ കണ്ടോ? നിങ്ങൾ മീനെ കണ്ടോ? നിങ്ങൾ മീനെ കണ്ടോ? നിങ്ങൾ മീനെ കണ്ടോ ഗൈസ്? എൻ്റെ മോനെ. ഓ സ്ട്രൈക്ക്. അടി 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 അടി. വലിച്ചോ വലിച്ചോ വലിച്ചോ. വള്ളം ബാക്കിലോട്ടെടുത്ത്, വള്ളം ബാക്കിലോട്ടെടുത്ത്. മീൻ ഫോളോയാ 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 ഫോളോയാ. ഒരു സൈഡിൽ മീൻ അടിക്കുന്നു, ഒരു സൈഡിൽ മീനെ കയറ്റുന്നത്. നിങ്ങളിത് കണ്ടോ ഗൈസ്? അടിച്ചു 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 അടിച്ചു. ഇതിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. വിടല്ലേ ഞാന്മാരെ. ഇതിൽ നിന്ന് ഒരുത്തനെ ഞാൻ കയറ്റുമെന്ന് പറഞ്ഞാൽ കയറ്റിയിരിക്കും. ആദ്യം കയറി ചെറുത് അടിക്കുന്നത്, ചെറുത് കയറി ആദ്യം അടിക്കുക. അതാണ്ട് അടിപൊളി സാധനം, അടിപൊളി വാഹ.
പിന്നെ കൂടെ നമുക്ക് നെറ്റേ കയറ്റാം, എന്നിട്ട് പിന്നെ ഞാൻ കാണിക്കാം. സമയമില്ല. നമ്മുടെ 50-ൻ്റെ ലൂറ് പോയപ്പോൾ 300-ൻ്റെ ലൂറ് ഞങ്ങൾക്ക് കിട്ടി. 300 അല്ല, 450-ൻ്റെ ലൂറ്. ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ടാറ്റാ.